പാതിവില തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി DGP ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെയാണോ നിയോഗിക്കുക? ശരത്, ഏതായാലും പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും DGP ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ADGP ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതായിരിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇതിനുവേണ്ടി രൂപീകരിക്കുന്നതായിരിക്കും. സംസ്ഥാന വ്യാപകമായി തന്നെ ഈ തട്ടിപ്പിന്റെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ കൈമാറുക 34 കേസുകൾ മാത്രമാണ്. അതിനൊപ്പം തന്നെ പുതിയ അന്വേഷണ സംഘത്തെ കൂടി പ്രഖ്യാപിക്കുമ്പോൾ ഈ അന്വേഷണ സംഘം പ്രധാനമായും 3 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ ആ രീതിയിൽ പ്രത്യേകമായി തന്നെ നിയോഗിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ 3 മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം വരുമ്പോൾ എല്ലായിടത്തെയും കേസുകൾ ഇതിന്റെ പരിഗണനയിലേക്ക് വരും എന്നുകൂടി മനസ്സിലാക്കുന്നു. ഏതായാലും നിലവിലിപ്പോൾ എറണാകുളം, അതോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നുള്ള കേസുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. അതിന് തൊട്ടു പിന്നാലെ വിപുലമായ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലേക്ക് സംസ്ഥാന വ്യാപകമായിട്ടുള്ള കേസുകളും വരും എന്ന് തന്നെയാണ് ഇപ്പോൾ DGP അറിയിച്ചിട്ടുള്ളത്. ഷീജയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.